ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ നോർമലി ഒരു എക്സാമോ അല്ലെങ്കിൽ ടെസ്റ്റോ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രെസ് ഇല്ലാതെ പഠിക്കുന്നു, നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നു, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നു, ഒരു തരത്തിലുള്ള സ്ട്രെസ്സും ഇല്ലാതെ കളിക്കാൻ പോകുന്നു, പുറത്ത് കളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ഗ്രേഡ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് റിയൽ ആയിട്ടുള്ള സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ 10th 12th ഒക്കെ എത്തുന്ന സമയമായിരിക്കും നമുക്ക് ആ സ്ട്രെസ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഏത് കോളേജ് പഠിക്കും, നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഏത് കരിയർ പാത്ത് കൂടെ പോകും, നമ്മുടെ മാർക്ക് എങ്ങനെയായിരിക്കും, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും 10th 12th ആകുമ്പോൾ ചിന്തിച്ച് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ചോദിക്കുന്നത് 10th മാർക്ക് എന്താ, 12th മാർക്ക് എന്താ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എല്ലാവരും ചോദിക്കുക. ഒരു ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുന്നത് ഫസ്റ്റ് കണ്ടുകൊണ്ടേ നമ്മുടെ 12th മാർക്ക് എന്താ, 10th മാർക്ക് എന്താ. നമ്മൾ കോളേജ് അഡ്മിഷന് പോകുമ്പോഴാണെങ്കിൽ ശരി, ജോബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും ശരി, ഏറ്റവും മെയിനായി ചോദിക്കുന്ന ഒരു കാര്യം ആണ് ഈ 10th 12th മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളിത് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ഫേസ് ചെയ്യാൻ പോകാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഇത് യൂസ് ആകും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് ഏതൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ യൂസ് ആകും. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ വന്നിട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഫാക്ട്സും അതുപോലെ തന്നെ കാര്യങ്ങളും ആണ്, സ്റ്റഡി മെത്തേഡ്സും ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണെന്ന് നമുക്ക്. ഫസ്റ്റ് സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ എപ്പോൾ നോക്കിയാലും ബുക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ബുക്ക് നോക്കി എന്തൊക്കെയോ പഠിക്കുന്നു, ഒഴിച്ച് പഠിക്കുന്നു, നമ്മൾ ഉറങ്ങാതെ പഠിക്കുന്നു, ഫുൾ ടൈം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ നമുക്കൊരു കാര്യം കിട്ടുന്നില്ല, മാർക്കും കിട്ടുന്നില്ല, വെറുതെ നമ്മൾ എപ്പോൾ നോക്കിയാലും പഠിക്കുന്നു, നമുക്ക് എന്നാലും നമ്മൾ ആ ഒരു നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റഡി മെത്തേഡ് നമ്മുടെ ശരിയല്ലാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് നടക്കുന്നത്. അപ്പോൾ എപ്പോൾ നോക്കിയാലും ബുക്കും കൊണ്ട് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിക്കാനും സാധിക്കും, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ആക്റ്റീവ് റീകോളും, ഒന്ന് ഡീപ്പ് വർക്കും. ഡീപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പഠിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഈ ഡീപ്പ് വർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനും സാധിക്കും. ഡീപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയൻ്റെ ഒരു ഇതും ഇല്ലാതെ നമ്മൾ അതിലേക്ക് തന്നെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടേ ഇരിക്കാതെ ഇപ്പോൾ നോക്കിയാലും വെറുതെ ബുക്ക് നോക്കുക, പഠിക്കുക. ഇതല്ലാതെ നമ്മൾ ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ പ്രയോഗിച്ച് നോക്കണം. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് നോക്കിയിട്ട് റീകോൾ ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി അത് പഠിച്ചതിന് ശേഷം നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ കാര്യങ്ങൾ പെർമനൻറ്റ് മെമ്മറിയിൽ സേവ് ആവും. അപ്പോൾ ഇതാണ് ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, നോർമലായിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, സമയം ഒന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ഇപ്പോൾ നോക്കിയാലും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമുക്ക് റിസൾട്ടൊന്നും നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഈ ആക്റ്റീവ് റീകോൾ കൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ റിസൾട്ട്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓർത്തെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ആക്റ്റീവ് റീകോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാത്സത്തെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും അത് ആദ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ഫോർമുലാസും അതെങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ വന്നത് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അനീത്തിയോ അല്ലെങ്കിൽ ഒരു ബൊമ്മേനോ അവിടെ ഇരുത്തിയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് മുതൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് മാത്സത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെയാണ് വന്നത്, ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഇമാജിനറി ആയിട്ട് ഒരു ഫ്രണ്ടിന് സങ്കല്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ കാര്യം വരുമ്പോൾ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോകില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടീച്ചറാണെന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ചെയ്യാം. ഒരു ഫ്രണ്ട്സിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും നടുവിൽ സ്റ്റക്കായി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നും അതൊന്നും കൂടി തന്നെ നമുക്ക് നോക്കിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മൾ പഠിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയം നമ്മുടെ സെൻസറി ഓർഗൻസ് എല്ലാം തന്നെ വർക്ക് ആവുന്നു. നമ്മുടെ വിഷ്വൽ ആണെങ്കിലും അതേപോലെ തന്നെ കേൾക്കുന്നതും അതുപോലെ തന്നെ പറയുന്നതും ഒക്കെ തന്നെ നല്ല രീതിയിൽ വർക്ക് ആവുന്നത് കൊണ്ട് നമ്മൾ പഠിക്കുന്നത് വേഗം തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ സമ്മറിയാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഡീപ്പായിട്ട് തന്നെ സ്റ്റോർ ആക്കും. അതേപോലെ തന്നെ ആക്റ്റീവ് റീകോളും ഡീപ്പ് വർക്കും കൂടി ഒരുമിച്ച് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനിൽ നമ്മൾ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വിചാരിച്ചിട്ട് നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് വാട്ട് ടു സ്റ്റഡി. ഓക്കെ, നമുക്ക് നമ്മുടെ കുറേ സിലബസ് ഉണ്ട്. ഫസ്റ്റ് ആദ്യം സിലബസ് നോക്കിയിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ആദ്യം ഉണ്ടാകണം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ സിലബസ് എപ്പോൾ നോക്കിയാലും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന സമയം എക്സാമിൻ്റെ മുമ്പ് നമുക്കതൊന്നും പഠിച്ച് തീർക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെയാണ് ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക? അത് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് ഫുൾ മാർക്ക് കിട്ടാൻ സാധിക്കുക. അപ്പോൾ ഈ എക്സാം വരുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാനെങ്കിൽ അറ്റ്ലീസ്റ്റ് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ 80-20 പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് 5 to 10 ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ എടുത്തിട്ട് അത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതൊരു 10-15 പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ആ സിലബസിൽ ഏത് ഇമ്പോർട്ടൻ്റ് ആണെന്നെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ട് 5 to 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആക്റ്റീവ് റീകോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി പഠിക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരു എക്സാം പെർഫോം ചെയ്യുന്ന സമയം നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രാക്ടീസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിലും പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടലായിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ മസിലറി ഓർഗൻസ് ഒക്കെ കറക്റ്റായിട്ട് അത് വർക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടേ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് നമുക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ആ നെക്സ്റ്റ് ഒരു പേപ്പർ കാണുമ്പോഴും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പറ്റുന്നത്ര മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാം. ബോർഡ് എക്സാം വരുന്നതിൻ്റെ മുമ്പ് തന്നെ എത്രത്തോളം പറ്റുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് എക്സാം ആ ഒരു രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാം. 3 hours ആണോ 2 hours ആണോ ആ ഒരു എക്സാമിൻ്റെ രീതി അനുസരിച്ചിട്ട് നമ്മളൊരു സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ക്രിക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു അത്ലറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മസിൽ മെമ്മറി ഡെവലപ്പ് ആക്കും. അതേപോലെ തന്നെ നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരും ഈ സെയിം രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുക, എത്ര അവേഴ്സാണ് എക്സാം നോക്കാം, പിന്നെ ടൈം അനുസരിച്ച് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ടൈം അത്രയും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിയിട്ട് ആക്റ്റീവ് റീകോളും പ്രയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടേ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന സമയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ആക്റ്റീവ് റീകോളും നിങ്ങൾ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാം ഡേ നിങ്ങൾക്ക് വയ്യാതാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ട് ടോപ്പ് സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 80-20 പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെത്തുക. 5 to 10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഡീപ്പ് വർക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്റ്റീവ് റീകോൾ പ്രകാരം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ടൈം കൺസ്ട്രെയിൻസിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എത്ര അവേഴ്സാണോ എക്സാം, 2 hours ആണെങ്കിൽ 2 hours, 3 hours ആണെങ്കിൽ 3 hours, അതിൻ്റെ എക്സാമിൻ്റെ മുമ്പ് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ പെർഫോം ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്യാൻ നമ്മുടെ മസിൽ മെമ്മറിയും നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഡീപ്പ് വർക്ക് ചെയ്തിട്ട് ആക്റ്റീവ് റീകോളോടെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ മുന്നേറിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോപ്പറായിട്ട് തന്നെ എല്ലാ എക്സാംസിലും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈവൻ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കാര്യത്തിലും ഈ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്. സ്റ്റഡി വെൽ ആൻഡ് പ്രിപ്പയർ വെൽ. താങ്ക് യു.